എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും തരാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയല്ലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുവിനെയും കൂട്ടി ആദർശം അനിയും കൂടെ വീട്ടിലേക്ക് വരുവാണ്. നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നയനയ്ക്കും കനയ്ക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നയന വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് നന്ദുവിനെ. പിന്നീട് കന ചോദിച്ചു, അല്ല മോനെ എന്തു പറ്റിയായിരുന്നു നന്ദുവിനെന്ന് ചോദിക്കുക. അത് പിന്നെ ഗുണ്ടാക്രമണം ഉണ്ടായതായിരുന്നു, അവളെ തട്ടിക്കൊണ്ട് പോയതായിരുന്നു പറയണ്. ഇത് കേട്ടതും ഗോവിന്ദൻ നെഞ്ചത്ത് കൈവെക്കുവാണ്. എന്റെ ഭഗവാനെ എന്തൊക്കെയാ ഞാൻ ഈ കേൾക്കണേന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് അനി പറഞ്ഞു, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങളെ, ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അവള് രക്ഷപ്പെട്ടു വന്നല്ലോ എന്ന് പറയാം. അല്ല എന്നാലും ആരായിരിക്കും ഈ ചതി ചെയ്തേ? ഇത് കേട്ടത് ആദർശ് പറഞ്ഞു, മിക്കവാറും ആ അനാമിക അവളുടെ ആൾക്കാരും ആയിരിക്കും ചെയ്തിരിക്കുന്നത്. അവൾക്കല്ലാതെ വേറെ ആർക്കും ശത്രുതയില്ലോ എന്ന് പറയാം. അനി പറഞ്ഞു, അത് ശരിയായിരിക്കും. അവളുടെ കർണം അടിച്ച് പൊട്ടിച്ചതിന് പ്രതികാരം ചെയ്തായിരിക്കും അവള്, അല്ലാതെ മറ്റൊന്നുമല്ല. അവൾക്കല്ലാതെ വേറെ ആർക്കാ ശത്രുത ഉണ്ടാവണമെന്ന് പറയണം. കനകയ്ക്ക് പെട്ടെന്ന് എന്തോ പോലെ തോന്നി. കനയ്ക്കൊരു ബുദ്ധിമുട്ട്. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമികനെ അനി വെറുത്താലോ? ഇനിയിപ്പൊ തങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നാല്. പെട്ടെന്ന് കനക പറഞ്ഞു, അത് പിന്നെ ഇവൾക്ക് കുറെ ശത്രുക്കളൊക്കെ ഉണ്ട്. ഇവളുടെ ഫ്രണ്ട്സും ചേർന്ന് കുറെ ആൾക്കാരെ അടിച്ചൊതുക്കിയിട്ടുണ്ടല്ലോ. ഒരു പക്ഷേങ്കില് അവരിൽ ആരെങ്കിലും ആണോ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ആരെ കണ്ണടച്ച അങ്ങോട്ട് അങ്ങനെ വിശ്വസിക്കാനായിട്ടൊന്നും പറ്റുന്ന കാലമല്ലത്. അതുകൊണ്ട് ഇപ്പൊ അനാമിയാന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ലെന്ന് പറയാ. ഇത് കേട്ടതും ആദർശ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ലമ്മേ. അനാമികയുടെ സ്വഭാവം നമ്മളെല്ലാരും തിരിച്ചറിഞ്ഞ. അനാമിക ഇതിനു മുമ്പ് കാണിച്ചു കൂട്ടിയതൊക്കെ ആ സ്വർണം മോഷണം പോയ സമയത്ത് അനാമികയുടെ വീട്ടുകാരുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ. അതിന് ശേഷം ഉണ്ടായ കുറെ സംഭവ വികാസങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോ അവളാവാനാണ് ചാൻസ് കൂടുതലെന്ന് പറയാം. ഇത് കേട്ടതും നയന പറഞ്ഞു, അത് ശരിയായിരിക്കും, പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അനാമികനെ കുറ്റക്കാരിയാക്കാനായിട്ട് പറ്റില്ലല്ലോ. നമ്മുടെ കൈവശം തെളിവൊന്നുമില്ലല്ലോ ആദർശേട്ടാന്ന് പറയണം. അനി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളെ കാണത്തില്ല, ഇതും കൂടെ ആയപ്പത്തിന് പൂർത്തിയായെന്ന് പറയണം. പെട്ടെന്ന് ആദർശ് പറഞ്ഞു, അങ്ങനെയൊന്നും പറയല്ലടാ അനിന്ന് പറയാ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? ആദർശ് പറഞ്ഞു, നിന്റെ ഭാര്യ അവള്, ആ ചിന്ത വേണമെന്ന് പറയണം. ഭാര്യയാണ് പോലും. ഭാര്യയാണെങ്കിൽ അവൾ അവളുടേതായ രീതിക്ക് നിൽക്കണം. പക്ഷെ ഇപ്പോഴവള് കാണിച്ചു കൂട്ടുന്നൊക്കെ എന്താ ആദർശേട്ടാ? ഒരു ഭാര്യയും ചെയ്യുന്ന കാര്യങ്ങളാണോ? ഇന്ന് വരെ എനിക്ക് അവളോടൊരു അടുപ്പുണ്ടായിട്ടില്ല. കാരണം എന്താ? അവളുടെ സ്വഭാവം തന്നെയാ കാരണം. അങ്ങനെയൊന്നും പറയരുതനി എന്ന് നയനെ പറയണം. ആദർശ് പറഞ്ഞു, അവളെ പറഞ്ഞു തിരുത്തി നിന്നോടൊപ്പം നീ നിർത്തുക ചെയ്യേണ്ടതെന്ന് പറയാ. എങ്ങനെ പറഞ്ഞു നിർത്തണമെന്ന് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞിട്ട് അനിയൻ കൊണ്ട് പോവാണ്. ആദർശ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഇതിനു മുമ്പ് ഈ കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഒന്നിനും സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. അനിയും അനാമികയും തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നു. നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞില്ല, മറച്ചു വെച്ചു. അതുകൊണ്ട് എന്താ ഇപ്പൊ അനിയുടെ ജീവിതം തകർന്ന മട്ടിലായി. പക്ഷെ ഒരിക്കലും ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ അനിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അവന്റെ ജീവിതം തകർന്നു കാണാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ടേക്ക് പോവാണ്. നയനെ ആ കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദനും കനയ്ക്കും ആ ടെൻഷനായി. കനകം ഗോവിന്ദനോട് പറഞ്ഞു, ആ ജോലിസിന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുമോ? അയാൾ പറഞ്ഞത് ഒന്നിക്കുന്ന അനിയൻ നന്ദു ഒന്നിക്കുന്ന പറഞ്ഞേ. അങ്ങനെ വരാൻ വഴിയില്ലാന്ന് പറയണ. പക്ഷെ ഇപ്പോഴത്തെ പോക്ക് കണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ജോലിസിൽ പ്രത്യേകം പറഞ്ഞ കാര്യം, കല്യാണം കഴിഞ്ഞ പയ്യനാ, പക്ഷേ എങ്കിൽ അവൻ വീണ്ടും വരൂന്ന്. അവർ രണ്ടുപേരും കൂടെ തമ്മിൽ ചേർത്തോളന്ന്. അങ്ങനെയാണെങ്കിൽ ഗോവിന്ദേട്ടാ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നീ ഒന്ന് സമാധാനപ്പെട് കനകെ, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് കനകനെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഗോവിന്ദൻ. ഈ സമയം ആകെപ്പാടെ ടെൻഷൻ അടിച്ച് പിന്നീട് ദേവേന ഇങ്ങനെ ഇരിക്കുകയാണ്. ദേവേന്റെ മനസ്സിൽ പല ചിന്തകളും വരുന്നുണ്ട്. എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല. ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ. ഒരു പക്ഷേങ്കില് നയനയ്ക്ക് എന്ത് സംഭവിച്ചിരിക്കും? നയനയെ കുറിച്ചുള്ള ചിന്തയിലാ ദേവേന ഇരിക്കുന്നത്. അപ്പോഴേക്കാണ് പിന്നീട് ആദർശ് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ആദർശ് വന്ന് ഇനിയിപ്പോ ദേവേന ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ദേവേന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അതെ, എല്ലാവർക്കും എപ്പോഴും അവനവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേങ്കില് മറ്റുള്ളവരുടെ വേദനകളും ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്ന് പറയാണ്. എല്ലാവർക്കും ആത്മാഭിമാനം ഒന്നുണ്ടെന്ന് പറയണ്. ഇത് കേട്ടൻ ദേവേനെ ചോദിച്ചു, അല്ല നീ ആരെ കുറിച്ചാണ് അങ്ങനെ പറഞ്ഞേ? ഞാൻ നയനെ കുറിച്ച് തന്നെ പറഞ്ഞേ. അല്ല അമ്മ ഇനിയിപ്പൊ വിളിക്കാതെ അവൾ ഇങ്ങോട്ട് തിരികെ വരില്ല എന്ന് പറഞ്ഞാ ഇരിക്കണേ. അമ്മയ്ക്ക് അവളെ വിളിച്ചുകൂടെന്ന് ചോദിക്കോ? ഓഹോ, അപ്പൊ അവളെ ഞാൻ ഇങ്ങോട്ട് വിളിക്കണം, അവളുടെ മുന്നിൽ ഞാൻ താഴണല്ലേ? അതൊരിക്കലും നടക്കുന്ന കാര്യമില്ല ആദർശം എന്ന് പറയാം. അങ്ങനെ ഞാൻ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറയാം. എന്തിനാ അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം? എനിക്ക് എന്റെ കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ലെന്ന് പറയണം. അമ്മയ്ക്ക് പിന്നീട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ കുറ്റബോധം തോന്നുന്നു പറയണം. എനിക്ക് ഒരു കുറ്റബോധം തോന്നാൻ പോകുന്നില്ല, അതിന്റെ കാര്യമില്ലെന്ന് പറയാം. ആദർശിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അല്ല
ഞാൻ നിന്റെ ഒരു ചെക്ക് തന്നായിരുന്നല്ലോ, നീ ആ പെൺകുട്ടിക്ക് അത് കൊടുത്തില്ലേന്ന് ചോദിക്കാം. കൊടുത്തായിരുന്നു. ഇതുവരെയായിട്ട് അവരത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല ബാങ്കിൽ സബ്മിറ്റ് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് മെസ്സേജ് വരണ്ടാണല്ലോ. എന്താണ് ഇങ്ങനെ ചോദിക്കുക. അത് പിന്നെ അവർക്ക് പണത്തോട് ആർത്തില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് അമ്മയെന്ന് പറയണ. ആദർശേ, നീ വെറുതെ കള്ളത്തരം പറയണ്ട കേട്ടോ. ഒരു കാര്യം ചെയ്യാ, നീ ആ പെൺകുട്ടീനെ ഒന്ന് വിളിക്കുക, എനിക്കൊന്ന് വിളിച്ചാട്ട് ഞാൻ അവളോട് സംസാരിക്കാന്ന് പറയണം. അമ്മ എന്തിനിപ്പോ അവളോട് സംസാരിക്കുന്നേ? അവളോട് എനിക്ക് സംസാരിക്കണം. അതെ, എന്റെ കയ്യിൽ ആ പെൺകുട്ടിയുടെ നമ്പറില്ല. അന്നെങ്കിൽ അവരുടെ ഭർത്താവിന്റെ നമ്പർ കാണുമല്ലോ, അവരുടെ ഹസ്ബൻഡ് നമ്പറിൽ ഇങ്ങോട്ട് വിളിക്കുക, ഞാൻ സംസാരിക്കാന്ന് പറയാം. ആദർശപ്പെട്ടു. എന്ത് ചെയ്യാനാ, വല്ലാത്തൊരവസ്ഥയായി. പിന്നീട് ആദർശ ചുമ്മാ ഡയൽ ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അയ്യോ അമ്മേ, വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം. അതെ, ഈ നൂറ്റാണ്ടിൽ എങ്ങനെ വിളിച്ചിട്ട് കിട്ടുമെന്ന് ചോദിക്കുക. ആന്താമ്മ അങ്ങനെ പറഞ്ഞേ? അല്ല, നീ ആകുമ്പോ മിക്കനെ കിട്ടാൻ വഴിയില്ല. നിന്റെ ഈ പോക്കെ കണ്ടിട്ട് എനിക്ക് എന്തോ സംശയം തോന്നുന്നുണ്ട്. നീ എന്തോ കള്ളത്തരം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്ന പോലെ എന്ന് പറയണം. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണം. വേണ്ട ആദർശ, വെറുതെ എന്നോട് കള്ളത്തരം പറയണ്ട. നിന്റെ മുഖം അത് വ്യക്തമാക്കുന്നുണ്ടെന്ന് പറയണം. എത്ര നീ ഒളിപ്പിച്ചു വെച്ചാലും ആ പെൺകുട്ടിയുടെ അതിലേക്ക് ഞാൻ ചെല്ലും. ആ കാര്യത്തിൽ നിനക്കൊരു ഭയം വേണ്ടെന്ന് പറയണം. ഈ സമയം അനാമിക കട്ട കലിപ്പിലായിരുന്നു. എന്തൊക്കെയായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ എന്തായി? അവനും അവളും കൂടെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന കണ്ടിട്ട് എനിക്ക് ആകെപ്പാടെ ഭ്രാന്തളകുവാന്ന് പറയണം. ഈ സമയം രേവതി പറഞ്ഞു, അതല്ലേലും ശരി തന്നെയാന്ന് പറയണം. വേണു പറഞ്ഞു, അല്ല മോളെ, എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തല്ലേ. അച്ഛനെ കൊണ്ട് പറ്റാവുന്ന എന്ത് കാര്യം? അച്ഛൻ ചെയ്തിട്ട് എന്തേലും കാര്യം ശരിയായിട്ടുണ്ടോ? കുറച്ച് പൈസ കൊണ്ടാ ചെലവാക്കി. എന്റെ സ്വർണം വിറ്റ പൈസ അത് അവന്മാർക്ക് കൊണ്ടേ കൊടുത്തേ. എന്നിട്ട് വല്ല കാര്യവും നടന്നോ? ഇപ്പൊ കണ്ടില്ലേ ആ അനിയും നന്ദും കൂടെ ഒന്നിച്ചിരിക്കുന്ന കാഴ്ച? അതെനിക്ക് കാണാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു പറയാ. വേണു പറഞ്ഞു, പോട്ടെ മോളെ. എന്ത് പോട്ടേന്ന്? അച്ഛനെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് അച്ഛൻ നടത്തേണ്ട കാര്യമില്ലോ. അത് മോളെ, അവര് ഫോട്ടോ ഒക്കെ ഇട്ട് തന്നല്ലേ അവളെ പൂട്ടി അവളെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നതൊക്കെ. പിന്നെ എന്താ, അത്ര വരെ ഓക്കെ അല്ലായിരുന്നു. പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ. എന്താ സംഭവിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. അവളെ വന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയി. അതിനപ്പുറത്തേക്ക് എന്താ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാ പറയണേ, കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോ നല്ല ആൾക്കാരെ നോക്കി ഏൽപ്പിക്കണമെന്ന്. അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് പറയാം. ഇതേമോളെ, നീ ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്തലെന്ന് പറയണേ. കുറ്റപ്പെടുത്താതെ എന്റെ ജീവിതം പോയിക്കൊണ്ടിരിക്കണം എന്ന് പറയാം. രേവതി പറഞ്ഞു, മോളം കൂടി ചെന്നാ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അനിയായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നേനും. നീ അവനുമായിട്ടൊന്ന് കൂടുതലൊന്ന് അടുപ്പം കാണിച്ചാൽ മതിയായിരുന്നു. പിന്നെ ഇനി അങ്ങോട്ട് ചെന്ന് കയറി കൊടുത്താലേ മതി. അനി എങ്ങാനും ഇപ്പൊ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്. അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? എന്നെ കാണുന്ന അല്ലേ തന്നെ അവന് ചതുർത്തിയ. ഈ കാര്യം കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കാരണവശാലും വെറുതെ ഇരിക്കില്ലെന്ന് പറയണം. പെട്ടെന്ന് വീണു പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യണം, അധികം വൈകാതെ ഇനിയിപ്പം നന്ദു ആ കാര്യങ്ങളൊക്കെ അറിയും. നീ ഒരു കാരണവശാലും അവളുടെ മുന്നിൽ ചെന്ന് ചാടി കൊടുക്കരുത്. എന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ? അല്ല, ചാടിക്കൊടുത്താൽ മിക്കവാറും നേരത്തെ തന്നെ പിന്നത്തെ ആയിരിക്കും തരാൻ പോകുന്നേ. അവള് മിക്കവാറും നിന്നെ എടുത്തിട്ട് പെരുമാറുമെന്ന് പറയണം. ഓഹോ, അങ്ങനെയാണെങ്കിൽ അച്ഛനും സൂക്ഷിച്ചോ. മിക്കവാറും അച്ഛൻ പുറത്തിറങ്ങി അച്ഛനെ കണ്ട അവള് മിക്കവാറും അച്ഛന്റെ അമ്മയുടെ കരണത്ത് കൈവെക്കാൻ ചാൻസ് ഉണ്ട്. അവൾക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല. ദേഹം നൊന്താ അവൾക്ക് ഭ്രാന്തിളകുന്ന സ്വഭാവമാന്ന് പറയാം. അതിനകത്ത് ഇപ്പൊ അച്ഛനൊന്നും അമ്മയൊരു നോട്ടമൊന്നും ഇല്ലെന്ന് പറയാം. വേണും രേവതി ഒന്നും ഭയന്നു. എന്റെ ഭഗവാനെ, ഇനിയിപ്പോ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി പോയല്ലോ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട് ഒരവസ്ഥയായി പോയല്ലോ എന്ന് പറയാണ്. പിന്നീട് ആദർശൻ നവ്യയും അനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആദർശ് പറഞ്ഞു, അമ്മയാണെങ്കിൽ നയനയെ പോയി വിളിച്ചോണ്ട് വരും തോന്നില്ല. നയനയാണെങ്കിൽ അമ്മ ഇങ്ങോട്ട് വിളിക്കാതെ വരത്തില്ലെന്ന് ഒരേ വാശിയില്ലാന്ന് പറയണ. ഇത് കേട്ട നവ്യ പറഞ്ഞു, അത് ശരിയാ, ആ ചെറിയ വാശിയൊന്നും അല്ല ആദർശേട്ടാ, വലിയ വാശി തന്നെയാന്ന് പറയണ. അത് ശരിയാ, അവൾ അങ്ങനെ ഒരു കാര്യത്തിലും വാശി എടുക്കുന്നതല്ല. പക്ഷെ ഈ കാര്യത്തില് അവളെ നമുക്ക് തെറ്റു പറയാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അപ്പൊ അനി പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും ആദർശേട്ടാ? നയനടുത്തേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലേന്ന് ചോദിക്കുക. ഇങ്ങോട്ട് വരണമെങ്കിൽ അമ്മ വിളിക്കണം. അമ്മ വിളിക്കാതെ വരത്തില്ല. അമ്മയോട്ട് വിളിക്കാനും പോകുന്നില്ലെന്ന് പറയാം. അപ്പൊ ഇനി എന്ത് ചെയ്യും ഇങ്ങോട്ട് വരാൻ? എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം. അനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? ഉള്ള സത്യം അങ്ങോട്ട് തുറന്നു പറഞ്ഞാലോ? നയനടുത്തെയാണ് കരള് പാത്രം നൽകിയെന്നുള്ള കാര്യം. ദേ, അതുകൊണ്ട് വല്ലതായോ? ഒരു പക്ഷെ അമ്മ എങ്ങനെ ഏത് വിധത്തിലാ എടുക്കണേന്ന് പറയാൻ പറ്റില്ല. അമ്മയുടെ മനസ്സിലെ ചിന്തകൾ എന്താന്ന് പോലും നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ പറയും, എനിക്ക് ഈ കരള് വേണ്ടെന്നൊക്കെ പറയത്തുള്ളൂ. അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയിലാ. പാവം നയനയെ കുറിച്ച് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. ഇത് കേട്ടത് അനി പറഞ്ഞു, ദേ ആദർശാണ് ഇച്ചിത്തോടെ ബോൾഡാവണം. നയനടുത്തെ കൂടെ ചേർത്ത് പിടിക്കണം. ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ടോ അനി? പക്ഷെ എനിക്കൊരു പരിധിയില്ലേ. ഇവിടെ അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയായിരുന്നേ കുഴപ്പമില്ലായിരുന്നു എന്ന് പറയണം. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുവാണ്. എന്താ ഇവിടെ 3 പേരും കൂടെ ഒരു ഗൂഢാലോചന എന്ന് ചോദിക്കും. ഒന്നുമില്ല, ഞങ്ങള് നയനടുത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അനി പറയാണ്. ഇപ്പൊ അവളുടെ കാര്യം എന്താ പറയാനായിട്ട്? അല്ല, നയനടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ടേ വല്യമ്മ? അത് പറഞ്ഞ വല്യമ്മ പറയുവാണെങ്കിൽ നയനടുത്ത് ഇങ്ങോട്ട് വരൂന്ന് പറയാം. ഓഹോ, ഞാൻ പറഞ്ഞിട്ട് അവൾ ഇങ്ങോട്ട് വരണല്ലേ? അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാരെ.
ഞാൻ പറഞ്ഞിട്ട് അവളിങ്ങോട്ട് വരത്തില്ല. എനിക്ക് അവളിങ്ങോട്ട് വരണമെന്ന് ഒരു നിർബന്ധമല്ലെന്ന് പറയാണ്. ആദർശ് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ഒന്നാമത്തെ കാര്യം, അമ്മ ഈ വയ്യാത്ത അവസ്ഥയിൽ നിന്ന് റിക്കവറായി വരുന്നല്ലേ ഉള്ളൂ. അപ്പൊ അമ്മ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോന്ന് ചോദിക്കുക. ഓ, ഇപ്പൊ അങ്ങനെ കാര്യങ്ങള്. അല്ല, ഡോക്ടർ എന്താ ആദർശ പറഞ്ഞത്? വല്ല ഓർമ്മയുണ്ടോ? കാരണം എന്റെ മനസ്സിനെ നോവിക്കുന്ന കാര്യങ്ങളൊന്നും പറയലെന്നല്ല പറഞ്ഞേ. എന്നിട്ടിപ്പൊ എന്താ? എന്റെ മനസ്സിന് സന്തോഷം തരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടോന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോ അനി പറഞ്ഞു, അല്ല അത് പിന്നെ വല്യമ്മ അങ്ങനത്തെ കാര്യമല്ലോ. നയനടത്തിനെ കുറിച്ചും കൂടെ നമ്മൾ ചിന്തിക്കണ്ടേന്ന് ചോദിക്കുക. എന്ത് ചിന്തിക്കാനായിട്ട്? കൂടുതലൊന്നും ചിന്തിക്കാനില്ല. എനിക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറയണം. പിന്നെ ആദർശന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആദർശ് പറഞ്ഞു, ബാ അമ്മ ഒന്ന് കിടക്ക് വരാനും പറഞ്ഞോണ്ട് ദേവന്റെ കയ്യെ പിടിച്ചാണ് അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം നവ്യ പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യും അനിന്ന് ചോദിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. പെട്ടെന്ന് നവ്യ ചോദിച്ചല്ല, നീ പോയി അനാമീനെ കൂട്ടിക്കൊണ്ട് വരുന്നില്ലേ? അവളെയാ? ബെസ്റ്റ്, അവളെ കൂട്ടിക്കൊണ്ട് വന്നാലും മതി. എന്റെ അമ്മായിമ്മ അവളുടെ മുന്നിൽ കുറെ താണ് കേഴുന്നുണ്ട്, അവളെ വിളിക്കുന്നുണ്ട്. നയനേടത്തിലെ അമ്മായിമ്മേനെ പോലെ അല്ല, അല്ലെങ്കിൽ വല്യമ്മേനെ പോലെയുള്ള സ്വഭാവമല്ല എന്റെ അമ്മായിമ്മയ്ക്ക്. അവളെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി എന്നുള്ളൂ. പക്ഷെ അവളാണ് വാശി പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പോയി വിളിക്കുമെന്നോർത്ത് അവള് ആ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ഞാൻ വിളിക്കാനും പോകുന്നില്ല, അവൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ലെന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ. ഈ സമയം മൂർത്തി മുത്തശ്ശൻ ഡോക്ടറെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശന്റെ റിസൾട്ടൊക്കെ നോക്കി ഡോക്ടർ പറഞ്ഞു, അത്ഭുതമായിരിക്കും എന്ന് പറയണം. എന്താ ഡോക്ടറെ കാര്യം? അതെ, ഇപ്പൊ നല്ല മാറ്റമാണ്, നന്നായിട്ട് ഭേദമായിട്ടുണ്ടെന്ന് പറയണ. ഭേദമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ക്യാൻസറിനെ തോപ്പിച്ചെന്ന് അനന്തമൂർത്തി സാറ്. ഞാനോ? സത്യമാണോ ഡോക്ടർ പറയണെന്ന് ചോദിക്കും. അതെ, സത്യമായിട്ടുള്ള കാര്യമാണ്, 100% സത്യമായിട്ടുള്ള കാര്യമെന്ന് പറയണം. അല്ല, ഓക്കെ ആയെന്ന് പറഞ്ഞാലോ? 100% ഓക്കെ. ഇനി പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പൊ ശരീരം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ടപ്പോ എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. ആഹാ, അപ്പൊ ഇനിയിപ്പോ വീട്ടിലൊരു ആഘോഷമായിരിക്കുമല്ലോ എന്ന് പറയണം. ഇത് കേട്ടതും മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നും ഇല്ല ഡോക്ടർ എന്ന് പറയണം. അതെന്താ വീട്ടിൽ പറയുന്നില്ലേ കാര്യം? ഇപ്പൊ തൽക്കാലത്തേക്ക് പറയുന്നില്ലെന്ന് പറയാ. അതെന്താ മൂർത്തി സാറേ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ എന്താന്ന് വെച്ചാ എല്ലാ വീട്ടിലെ പോലെ തന്നെയാ, പിന്നെ കുറച്ചുകൂടെ ഒരു തന്നെന്നുള്ളു കുടുംബത്തില് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു മാത്രം. പക്ഷേങ്കില് ദേ എന്റെ ഈ അസുഖം ഉണ്ടല്ലോ, എന്റെ അസുഖമാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ പിടിവള്ളി എന്ന് പറഞ്ഞാല്. കാരണം എനിക്ക് ഈ അസുഖം വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഞാൻ മരിച്ചു പോകുന്നുള്ളത്. അതുകൊണ്ട് എല്ലാവരും എന്നെ കൂട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. ഒരു പക്ഷേങ്കിൽ അതുകൊണ്ടാണ് പല പ്രതിസന്ധി ഘട്ടങ്ങളും വീട്ടിൽ ഒഴിവായി പോയിക്കൊണ്ടിരിക്കണേ. ഇനിയിപ്പോ അസുഖമൊന്നും ഇല്ലാത്ത എന്നെക്കാളും അവർക്കിഷ്ടം അസുഖമുള്ള എന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. കുടുംബം കുറച്ചുകൂടെ നന്നാവാനുണ്ട്, അതിനൊക്കെ ശേഷം മതി. എന്റെ ഈ കാര്യങ്ങൾ വീട്ടിലെല്ലാവരും അറിഞ്ഞാൽ മതി. അതുവരെ ഞാൻ ഈ കാര്യം മറച്ചു വെക്കാൻ തന്നെ തീരുമാനിച്ചു. ഡോക്ടർ ആരോടും പറയണ്ട കേട്ടോ എന്ന് പറയണേ. ഇത് കേട്ടോ ഡോക്ടർ പറഞ്ഞു, അത് ശരി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ഒരു കുടുംബം നന്നാക്കാനുള്ള കാര്യമല്ലേ, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയണേ. അങ്ങനെ കുറച്ച് സമയം കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൂർത്തി മുത്തശ്ശിയോടെ. പിന്നീടാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക മുത്തശ്ശിയൊക്കെ. എന്തായി എങ്ങനെയാന്ന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതുമായിട്ട് വിവരമില്ല. ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തന്നെ മുത്തശ്ശി എന്ന് ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? ഡോക്ടർ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഡോക്ടർ എന്ത് പറയാനായിട്ടാ, ആ രോഗത്തിന് എന്നെ കൂടെ ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നേ, അതുകൊണ്ടാന്ന് തോന്നുന്നത് എന്റെ ശരീരത്തിൽ നിന്ന് പോകാത്തെന്ന് പറയണം. ഇത് കേട്ടതും ബാക്കിയുള്ളവരും വല്ല വിഷമമായി പോയി. ജലജൻ ദേവാനി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. ജലജയുടെ സ്വഭാവം പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ. പക്ഷെ ദേവാനിക്ക് സങ്കടമായി. പിന്നീട് മുത്തശ്ശൻ പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോഴേക്കും ജയൻ അങ്ങോട്ടേക്ക് വരുന്നേ. ജയൻ പറഞ്ഞു, ഞാൻ ക്ഷേത്രത്തിൽ പോയ സമയത്ത് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? അച്ഛൻ അസുഖം പെട്ടെന്ന് ഭേദമാണ്. പിന്നെ ഇവിടെയുള്ള പ്രശ്നങ്ങൾ നയനെ ദേവയാനും തമ്മിൽ ഒരുമിക്കണേ, അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണമെന്നായിരുന്നു എന്റെ രണ്ടാമത്തെ പ്രാർത്ഥന. അങ്ങനെ 3-4 പ്രാർത്ഥനകളെ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഈ സമയം മുത്തശ്ശൻ മനസ്സിൽ പറഞ്ഞു, അതെല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടാ എനിക്ക് പെട്ടെന്ന് ഭേദമായത്. മരുന്നും പിന്നെ അയ്യപ്പസ്വാമിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാ ഞാൻ ഇത്ര സുഖപ്പെട്ട് ഇവിടെ നിൽക്കുന്നത്. അത് പക്ഷെ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു ചിന്ത മുത്തശ്ശന്റെ മനസ്സിലേക്ക് വരിക. ജയൻ പറഞ്ഞു, ഞാൻ മലയ്ക്ക് പോയിട്ട് ഒരു പ്രയോജനം ഇല്ലാതായി പോയല്ലോ, എന്റെ പ്രാർത്ഥന ഭഗവാൻ കേട്ടില്ലോ എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നുണ്ടെന്ന് പറയാ. മുത്തശ്ശൻ പറഞ്ഞു, അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്ക് അസുഖങ്ങൾ ഓരോന്നൊക്കെ വരുത്തി വെക്കുന്ന ദൈവം തന്നെയല്ലേ, ആ ദൈവം തന്നെ മാറ്റുമായിരിക്കും. കുറെ കാലം കൂടെ ചിലപ്പോൾ മരുന്ന് കഴിക്കണായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയണം. പിന്നീട് മുത്തശ്ശിയോട് പറഞ്ഞു, ബാ നമുക്ക് കയറി പോവാന്ന് പറയണം. ഈ സമയം ജലജ മനസ്സിൽ പറയാം, ഇതൊക്കെ ഇങ്ങേരുടെ അടവാന്നാ തോന്നേ, ഒന്നും കാണത്തൊന്നുമില്ല, ചുമ്മാ ഓരോ കള്ളത്തരങ്ങളും കൂടെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുക. ഇങ്ങയുടെ സ്വഭാവം തനിക്ക് നന്നായിട്ട് അറിയാവുന്ന, മിക്കവാറും അതിനായിരിക്കും ചാൻസ് കൂടുതൽ എന്ന് മനസ്സിൽ കരുതുവാണ്. ഈ സമയം മുത്തശ്ശി അകത്തേക്ക് കയറി പോവാ. ജലജൻ ദേവേന്ദ്ര പറഞ്ഞു, ഇതൊന്നും കേട്ട് വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ, ഇതൊക്കെ അച്ഛന്റെ അടവാന്നാ
എനിക്ക് തോന്നണേന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷമൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.